കഴിക്കുന്ന സമയത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ. നടിമാരുടെ ലൈഫ് അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു വിഷയം. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടിമാർ വീട്ടിലോട്ടൊന്ന് ഒതുങ്ങും. അന്ന് വളരെ ഗ്ലാമറസ് ആയി നിന്ന ആൾക്കാരൊക്കെ പിന്നെ ഒന്ന് തടിച്ച് ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിലോ ഒക്കെയാണ് ഇവരൊന്ന് പുറത്തോട്ട് കാണുക. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് അതൊരു ഡിവോഴ്സിലോട്ട് പോകുന്നു. പിന്നെ അവരൊരു കുതിച്ചു കയറ്റമാണ്. ഇതിൻ്റെ ഒരു ടൈമാണല്ലോ ഇപ്പോൾ പേഴ്സണലി നടക്കുന്നത്. അങ്ങനെ നവ്യ നായർ എന്ന് പറയുന്ന വ്യക്തി കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ആളുടെ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. കുറേ സ്റ്റേജ് ഷോ കാര്യങ്ങൾ ചെയ്യുന്നു. ആളൊരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾ കുറേ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നവ്യ നായർ എപ്പോഴും വരിക ഹസ്ബൻഡിൻ്റെയും കുട്ടിയുടെയും കൂടെയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങളായിട്ട് നവ്യ നായർ കുട്ടിയുടെ കൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പല മീഡിയയിലും കാണുന്നത്. ഡെഫിനറ്റ്ലി ഓൺലൈൻ മീഡിയക്കാർക്കും ജനങ്ങൾക്കും എവിടെ ഭർത്താവ് എന്നൊരു ചോദ്യവും ഭർത്താവിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും കാണാണ്ട് വന്നപ്പം അതൊരു ഡിവോഴ്സൊക്കിലോട്ടൊക്കെ എത്തി എന്ന രീതിയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് വളരെ ഓപ്പണപ്പ് ആയിട്ട് നവ്യ നായർ വന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ നവ്യ നായർ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു തമാശ പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ആദ്യം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പം നവ്യ നായരുടെ ഒരു ഡാൻസ് വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അതിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നവ്യ നായർ ഡാൻസ് കളിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു ലേഡി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നതാണ്. അതിനുശേഷം നമ്മുടെ മീഡിയക്കാരെല്ലാവരും കൂടെ വൈറലാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്റ്റേജിൽ നവ്യ നിൽക്കുന്നു. നവ്യേൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ചെല്ലുന്നു. നവ്യ എന്തോ ഒന്ന് ആ കുട്ടീൻ്റെ അടുത്ത് കൺവേ ചെയ്യുന്നു. ആ കുട്ടി അങ്ങ് ഓടിപ്പോന്നു. മീഡിയക്കാർ അതിനെ വളച്ചൊടിച്ച് തിരിച്ച് കമത്തി അങ്ങ് ഇട്ടു. പിന്നെ മീഡിയക്കാർ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു. ഇൻസൾട്ട് അല്ലേ മുരളി ഇവിടെ നടന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെൽഫി എടുക്കാൻ ചെന്ന കുട്ടീനെ നവ്യ നായർ അങ്ങ് ഒഴിവാക്കി എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു. അപ്പോൾ വീഡിയോയും മ്യൂസിക്കും കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുക എന്താണ്, ഇതാണ് ഓട്ടോമാറ്റിക്കലി നവ്യ നായറിന് കമന്റ് വഴി പൊങ്കാലകൾ അങ്ങ് നിറഞ്ഞു. നോക്കി നിന്നില്ല, സത്യാവസ്ഥ തെളിയിക്കൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആ പെൺകുട്ടീനെയും പെൺകുട്ടീൻ്റെ അമ്മേനെയും കൂട്ടി നവ്യ നായർ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ അതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. നവ്യ നായർ അടുത്ത് സ്റ്റേജിൽ വന്ന് വീഡിയോ എടുക്കട്ടെ അല്ലെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നവ്യ പറഞ്ഞത് നമുക്ക് എടുക്കാം, ഗ്രൂപ്പായിട്ട് എല്ലാവരെയും കൂട്ടിയെടുക്കാം. പൊതുവേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് ആക്ട്രസ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അയ്യോ പറ്റില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഈ ഒരു ടൈമിൽ എല്ലാവരെയും വിളിക്കുക, നമുക്ക് ഒരുമിച്ച് എടുക്കാം എന്ന് പറയുന്ന ആ ഒരു മനസ്സ് നമ്മൾ കാണണം. പക്ഷെ മീഡിയക്കാർ അതിനെ വളച്ചൊടിച്ച് നല്ലൊരവസ്ഥയിലോട്ടാക്കി. ഇതാ ഞാൻ പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത് ഒരുപോലെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇവിടെ നവ്യ നായറിനെ സംബന്ധിച്ച് കുറേ കാലത്തിന് ശേഷം ആൾ ഈ മീഡിയയിൽ വന്ന ആ ടൈമിൽ തന്നെ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക. ശരിക്കും നിങ്ങൾ മീഡിയക്കാർക്ക് നല്ല റീച്ച് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് നല്ല നല്ല കണ്ടന്റ് ഇട്ടുകൊണ്ട് നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിനെ ഇത്രത്തോളം ഡീഫെയിം ചെയ്തുകൊണ്ട് ആളെ മെന്റലിയും ഇമോഷണലിയും ഭയങ്കര വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. നവ്യ നായർ തന്നെ വളരെ വൃത്തിയിൽ ഇതിനൊരു മറുപടി മീഡിയക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ നവ്യ എന്താ അത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണ് വീക്ക് കവർ മീഡിയ അങ്ങനെ എന്തോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കാണ് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരാക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി. 19 ലക്ഷം ആൾക്കാർ കണ്ടു,
പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ വഴിയിലൂടെ നല്ല മാർഗത്തില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും. അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരിക്കലും ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം, അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ. അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. നിങ്ങൾക്കൊക്കെ പറ്റില്ല, അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും. ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കുറച്ചും കൂടി ഇവരെ പോലത്തെ ആൾക്കാരെ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ വന്ന് നിന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു സാധനം കണ്ടിട്ടുള്ളത്. ഓക്കെ, നവ്യ നായരുടെ മറുപടി നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ല രീതിയിലും നിങ്ങൾക്ക് വളരാം, മോശം രീതിയിലും വളരാം. പക്ഷെ ഒരാളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നവ്യ നായരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒന്ന് ലാലേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ്, ഇവരെയൊക്കെ നിങ്ങൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവരെ നിങ്ങൾ കാണിക്കണം, 100% കാണിക്കണം. കാരണം ഇവർ ഇന്നൊക്കെ ഈ ലെവലിലും ഈ റീച്ചിലോട്ട് എത്തിയത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇവരുടെ കാര്യങ്ങൾ കാണാനും ഇവരുടെ മൂവീസ് ഇഷ്ടപ്പെടാനും ഇവർ ആ രീതിയിൽ ഒരു ആദരിക്കുന്നൊക്കെ ഒരു, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു സെലിബ്രിറ്റി ഫിഗറിൽ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇവർക്ക് ആ ഫിഗർ കിട്ടിയിട്ടുള്ളത്. അപ്പം അത് കിട്ടിയ പാട് തന്നെ ഇവരിതെന്തോ ഞാനെന്തോ വലിയ രാജാവാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സത്യം അറിയാണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സത്യാവസ്ഥ അറിയാണ്ട് നമ്മളൊരു വ്യക്തിനെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കുറേയൊക്കെ സിറ്റുവേഷനിൽ ഓൺലൈൻ മീഡിയക്കാരുടെ ഈ കളികൾ നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ വിഷയമൊക്കെ ഒന്ന് പുകഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുറേ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നവ്യ നായരുടെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂ വന്നത്. ആ ഇൻ്റർവ്യൂവിൽ നവ്യ നായർ വിവാഹത്തെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചപ്പോൾ നാട്ടുകാരെല്ലാം നവ്യ നായരുടെ ഡിവോഴ്സ് അവിടെ അങ്ങ് കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം. ഈ കൺഫേം ആക്കാൻ അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഞാൻ നടിയായിരുന്നു, പൈസ ഏൺ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു, ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് നോ രേണു. അതെന്താണ് അറിയാതിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എന്താ പറയുക, ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഓരോ പ്രായത്തിലും ഓരോന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരുതിയത് എൻ്റെ അമ്മോ എനിക്ക് ഭയങ്കര മെച്യൂരിറ്റിയാണ്, ഇതായിരുന്നു എൻ്റെ വിശ്വാസം. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ കരുതുന്നു ഞാൻ ഭയങ്കര മെച്യൂറാണ്. ഈവൻ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ കരുതും എന്ത് മെച്യൂറായിട്ടാണ് ഞാൻ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് എന്നൊക്കെ കാണും. ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പം ഞാൻ ഇനി പറയുന്ന പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും നമുക്ക് എന്ത് ചെയ്യാം വരാം. അപ്പം ഓരോ ഫേസിലും നമുക്ക് ഓരോ മെച്യൂരിറ്റീസ് ഉണ്ട്. ആ മെച്യൂരിറ്റീസ് ചിലപ്പോൾ ഇന്ന് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 10 കൊല്ലം കഴിയുമ്പം അത് ശരിയാവണമെന്നില്ല. ഇപ്പം വിവാഹം എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്ന സാധനം ഒരു വലിയൊരു പ്രോസസ്സാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചും ഒരാണിനെ സംബന്ധിച്ചും. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഫേസിൽ നിന്ന് അത് നേരെ ചപ്പാത്തി തിരിച്ചിടുന്ന പോലെ തിരിച്ചിടുന്ന ഒരു ഫേസാണ് വിവാഹം. അതിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് മെച്യൂരിറ്റി, അല്ലെങ്കിൽ ഒരുപാട് റിയലൈസേഷൻ, ഒരുപാട് തിരിച്ചറിവുകൾ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റൂ. ആൻഡ് ഈ അഡ്ജസ്റ്റ്മെൻറ്റും ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 2 പാർട്ട്ണറിനും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ്സിലോട്ട് എത്തുകയുള്ളൂ.
ഇവിടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺവേ ചെയ്യുന്നത് ഏതോ ഒരു വ്യക്തിയുടെ സൈഡിൽ അഡ്ജസ്റ്റ്മെന്റ് കുറവായിരുന്നു എന്നും എൻ്റെ പല ശരികളും തെറ്റാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി എന്നാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിലായിരിക്കില്ല ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോയത്, അല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ കണ്ടെത്തിയത്, അല്ലെ അതിൻ്റെ ഭാഗമായി ഞങ്ങളെടുത്തൊരു വിഡ്രോവൽ എന്തും പറയാം. ചിലപ്പോൾ ഇവരൊരിക്കലും ഇതൊരു ബന്ധം മതി എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ ഒരു സ്റ്റേജ് ആയിരിക്കില്ല. ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുപാട് ആലോചിച്ച് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടതായിരിക്കും. എന്താണെങ്കിലും അവരുടെ ഇമോഷനും അവരുടെ പേഴ്സണൽ ലൈഫിനും നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യണം. മേ ബി ഈ വീഡിയോസൊക്കെ ഈ എന്താ കല്ലുമാലക്കതിൽ കമ്മലില്ലേലും പെണ്ണോളി അങ്ങനെ പാടില്ലേ, ഈ ടീമുകളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അപ്പം അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.